ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ന് രാമ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് നിലവിളിക്കാനായിട്ട് മുറ്റത്ത് കിടന്നുകൊണ്ട് എൻ്റെ മോളെ കൊണ്ടുപോകാൻ സാധിക്കില്ല, അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവളൊരു പഞ്ചപാവമാണെന്ന്. ഓ, നിങ്ങളെ മോക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വക്കാലത്തൊക്കെ പറയാൻ നിൽക്കല്ലേ. നിങ്ങളല്ലെങ്കിൽ തന്നെ ഇവിടെ താമസിക്കുന്ന ആളല്ലല്ലോ, ഇത്ര ഉറപ്പായിട്ട് നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത്? ഞാൻ ഇവിടെ താമസിക്കുന്നില്ലെങ്കിലും ഈ കുടുംബത്തെ എനിക്കറിയാം. ദിവസവും ഈ കുടുംബത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ആ കുട്ടിയെ ഇവരെ പീഡിപ്പിക്കുന്നതൊക്കെ നിങ്ങൾ അറിയുന്നുണ്ടോ? അതിനുള്ള അന്വേഷണം നടക്കട്ടെ. അയ്യോ, എൻ്റെ മോളെ എനിക്കറിയാം സാറേ, ഞാൻ വളർത്തിയ മോള ഗോമതി, അവൾ ആരെയും ദ്രോഹിക്കത്തില്ല. ആ, അങ്ങനെയാണെങ്കിലേ അത് അന്വേഷണത്തിൽ തെളിയും. ഇവരെ പിടിച്ച് വണ്ടി കയറ്റ്. അയ്യോ, എൻ്റെ മോളെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കത്തില്ല, ഞാൻ വിടില്ല, എൻ്റെ മോളെ സമ്മതിക്കത്തില്ല എന്ന് പറയും ഇന്ദിരാമ. അങ്ങോട്ട് വിടാനല്ലേ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് തളയെ പിടിച്ച് തള്ളിയിട്ട് അവർ കൊണ്ടുപോകാൻ പോവാട്ടോ. ഇന്ദിരാമ ഓടിപ്പോയി പോലീസിൻ്റെ കാല് പിടിക്കുകയാണ്. അയ്യോ, നിങ്ങൾ എൻ്റെ കാലൊന്നും പിടിക്കണ്ട, എൻ്റെ കാല് പിടിച്ചിട്ട് യാതൊരു കാര്യമില്ല സാറേ, ഞാൻ വളർത്തിയ എൻ്റെ മോളെ എനിക്കറിയാം, അവൾ ആരെയും ദ്രോഹിക്കില്ല, ഞാൻ കാല് പിടിക്കാം. അത് ശരി, നിങ്ങളുടെ മകൾക്ക് വേണ്ടി നിങ്ങൾ എൻ്റെ കാല് പിടിക്കാൻ തയ്യാറാവുന്നു, എൻ്റെ കൈകൾ കൂപ്പാൻ തയ്യാറാവുന്നു. ഇതുപോലെയുള്ളൊരു പെൺകുട്ടിയല്ലേ ദേവി, അവൾ ഇവിടെ എന്തൊക്കെയാണ് അനുഭവിച്ചത് നിങ്ങൾക്കറിയോ? അമ്മയുടെ മകൾ ദേവിയോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരാരും ശിക്ഷിക്കത്തില്ല. നിങ്ങൾ കൂടുതലായിട്ടൊന്നും സംസാരിക്കേണ്ട, നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരു പെൺകുട്ടി ഒരു പരാതി പറഞ്ഞാൽ അവൾ പറയുന്നത് കേൾക്കണ്ടേ, നിങ്ങൾ പറയുന്നത് മാത്രം കേട്ടാൽ മതിയോ? സാറേ, ഞാൻ അവളോട് ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഗോമതി. വേണ്ട, പറയാനുള്ളതില്ല, സ്റ്റേഷനിൽ പോയി പറഞ്ഞാൽ മതി, പിടിച്ചങ്ങോട്ട് വണ്ടി കയറ്റെന്നും പറഞ്ഞുകൊണ്ട് ഗോമതിയെയും മിത്രയും അനുമോളെയും കൂടെ തള്ളി വണ്ടിക്കകത്തേക്ക് കയറ്റുകയാണ് കേട്ടോ. അങ്ങനെ അമ്മ അവിടെ നിന്നുകൊണ്ട് ഉറക്കം നിലവിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ സ്റ്റേഷനിലേക്ക് അതുപോലെ തന്നെ ആനന്ദിനെയും ബാലനെയും കൊണ്ടുപോയിട്ടുണ്ടല്ലോ. അവിടെ കൊണ്ട് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ ആനന്ദ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ ആനന്ദ് പറയുന്നുണ്ട്, ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എടോ, തൻ്റെ മോനോടൊന്നും മിണ്ടാതിരിക്കാൻ പറ. അയ്യോ ആനന്ദേ, ഒന്നും മിണ്ടാതിരിക്കുന്ന ബാലൻ, ദേ ഇവിടെ ഇരിക്കുന്ന പോലീസുകാരെല്ലാം കൂടി ഇയാളെ ചവിട്ടി കൂട്ടും. എന്തിനാച്ചാ മിണ്ടാതിരിക്കണത്? ഒരു പരാതി കണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെ പോലീസ് പിടിച്ചുകൊണ്ട് വരികയാണോ വേണ്ടത്? പിന്നെ എങ്ങനെയാടാ കൊണ്ടുവരേണ്ടത്? പൂമാലിട്ട് സ്വീകരിച്ചുകൊണ്ടാണ് കൊണ്ടുവരേണ്ടത്. ഓ, സ്റ്റേഷനിലേക്ക് വരണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ വരുമായിരുന്നല്ലോ, അതുപോലും പറയാതെ കടയിൽ കയറി അറസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ? ഗാർഹിക പീഡനത്തിന് പരാതി കിട്ടിയാൽ പരാതിയിൽ പേരുള്ളവനെ ഇവിടെ കൊണ്ടുവരണ്ടേ, ചോദ്യം ചെയ്യണ്ടേ? വേണ്ടി വന്നാൽ ചിലപ്പോൾ അറസ്റ്റ് ചെയ്യും. അതിന് ഞങ്ങളെ ചോദ്യം ചെയ്തോ? പക്ഷേ എന്താ പരാതി എന്ന് നിങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു. എടോ, താനും തൻ്റെ അച്ഛനും മാത്രമല്ല, ഇനിയും ആളുകൾ വരാനുണ്ട്, എല്ലാവരും വരട്ടെ. ദേ, നിങ്ങളുടെ മോനോട് അടങ്ങി ഒതുങ്ങി നിൽക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ അടങ്ങി ഒതുങ്ങി നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തതെന്ന് നിങ്ങൾ പറ. അപ്പം ബാലൻ പറയാനുണ്ട്, ആനന്ദേ, നീ കിടന്ന് ബഹളം വയ്ക്കാതെ, നീ ഇവിടെ കിടന്ന് ബഹളം വെച്ചാൽ അവരതിൻ്റെ അപ്പുറം പറഞ്ഞുകൊണ്ടിരിക്കും. അവസാനം ഒരു കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കില്ല. ദേ, എന്താ സംഭവിച്ചതെന്ന് നമുക്ക് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ആദ്യം നീ അതൊന്ന് മനസ്സിലാക്കട്ടെ. ഇനി എന്താച്ചാ മനസ്സിലാക്കേണ്ടത്? ഇതെല്ലാം ചതിയാണ്, ചതി മാത്രം. എന്തൊരു ചതി അവർ നമ്മളോട് ചെയ്തതെന്നറിയോ? ഇത്രയൊക്കെ നമ്മളെ വീട്ടിൽ കയറിയൊന്നും നമ്മുടെ കുടുംബം മുഴുവൻ നശിപ്പിച്ചു. എന്തെല്ലാം കള്ളത്തരങ്ങളാണ് പറഞ്ഞ് അവളെ പഠിപ്പിനെക്കുറിച്ച്, ജോലിയെക്കുറിച്ച്. പോരാത്തതിന് അവിടെ അച്ഛൻ നമ്മുടെ കടയിൽ കയറി പണവും മോഷ്ടിച്ചു. എന്നിട്ട് നമ്മൾ തിരിച്ച് എന്താ ചെയ്തത്? പോലീസിൽ പറഞ്ഞോ, കേസ് കൊടുത്തോ? എല്ലാം സഹിച്ച് നമ്മൾ വിട്ട് കളഞ്ഞു. പക്ഷേ അവരെന്നിട്ട് ഇത്രയും ചതി ഞങ്ങളോട് ചെയ്തിട്ടും അവർ ചെയ്തതോ നമ്മളെ കുറ്റക്കാരിയായിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. അതവിടുത്തെ ന്യായം? അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? അപ്പോൾ തന്നെ ബാലൻ്റെ മോഹം അങ്ങ് താന്നു, സങ്കടം വന്ന് കണ്ണ് നിറഞ്ഞോ കേട്ടോ. അയ്യോ അച്ഛൻ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കണേ? ഞാൻ ദേവിയുടെ അച്ഛനെയല്ലേ കുറ്റം പറഞ്ഞത്, അച്ഛൻ എന്തിനാണ് വിഷമിക്കുന്നത്? എടാ മോനെ, അതല്ല, ഞാൻ കാരണമല്ലേ മോനെ ഇതൊക്കെ സംഭവിച്ചത് എന്ന് പറഞ്ഞ് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സങ്കടപ്പെട്ട് കരയാണ് കേട്ടോ. അപ്പോൾ ഉടനെ പോലീസുകാർ പറയുന്നുണ്ട്, അശ്വതി, അച്ഛനും മോനും കൂടെ സെൻറ്റിമെൻറ്റ്സ് അടിക്കാൻ വേണ്ടി ഇത് വീടൊന്നുമല്ല, ഇത് പോലീസ് സ്റ്റേഷനാണ്, മിണ്ടാതെ ഒരിടത്ത് നിന്നോ. പിന്നെ സംസാരിക്കാതിരിക്കാൻ ഇവിടെ ആർക്കും വിലക്കൊന്നും ഇല്ലല്ലോ എന്ന് ആനന്ദ്. ആഹാ, നീ കൊള്ളാലോടെ ആള്, പോലീസ് സ്റ്റേഷനിലെ ഇതാണ് ഇവൻ്റെ സ്വഭാവമെങ്കിൽ നിൻ്റെ വീട്ടിൽ വെച്ച് ആ പാവ പെണ്ണിനോട് നീ എന്തൊക്കെയായിരിക്കും ചെയ്തേക്കുക? ഞാനൊന്നും ചെയ്തില്ല. എടാ, ഇതെല്ലാം എല്ലാവരും പറയുന്നത് തന്നെയാണ്. സത്യം പറയുമ്പോൾ അത് കേൾക്കാനുള്ള മനസ്സും കൂടെ വേണം മാഡം. നിൻ്റെ സത്യം കേൾക്കാനല്ല ഇവിടെ ഇരിക്കുന്നത്. ഓ, അത് ശരി, പോലീസിൻ്റെ ജോലിയൊക്കെ മനസ്സിലായി. ആരെങ്കിലും ഒരു കള്ളപ്പരാതി തന്നെന്നും പറഞ്ഞുകൊണ്ട് ഉടനെ ആൾക്കാരെ പിടിച്ചുകൊണ്ട് വന്ന് ചോദ്യം ചെയ്യലാണല്ലോ പോലീസിൻ്റെ ജോലിയല്ലേ. കള്ളപ്പരാതിയാണോ സത്യപരാതിയാണോന്നേ ഇതൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം, നീ ഞങ്ങളെ പഠിപ്പിക്കാൻ വരണ്ട പറഞ്ഞിട്ടല്ലോ. അവൻ്റെ അഹങ്കാരം കണ്ടില്ലേ? സ്റ്റേഷനിൽ ഇത്രയും പോലീസുകാരുടെ മുന്നിൽ അവൻ അടങ്ങാൻ വയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ പെണ്ണ് ഇവൻ്റെ കയ്യിൽ നിന്ന് ജീവനോടെ രക്ഷപ്പെട്ടത് മാത്രം ഭാഗ്യമെന്ന് വിചാരിച്ചാൽ മതി. എന്താ നിങ്ങൾ പറഞ്ഞത്? അതേടാ, നീ കേട്ടത് തന്നെടാ പറഞ്ഞത്. രണ്ടെണ്ണം കൂടെ അടങ്ങി ഒതുങ്ങി അവിടെ നിന്നോ, ഇനിയും ആളുകൾ വരാനുണ്ട്. അങ്ങനെ അടക്കി ഒതുക്കി അവർ നിർത്താനോട്ടോ. ആകെ പെട്ടുപോയി നമ്മുടെ ബാലനും ആനന്ദും. ഈ സമയത്ത് ഉദയഭാനും ശ്രീകലയും കൊണ്ട് വീട്ടിൽ ചായ സൽക്കാരങ്ങളൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ അശ്വതി മാഡത്തിൻ്റെ കോള് വരുന്നത് കേട്ടോ. അപ്പോഴവർ പറയുന്നുണ്ട്, അതെ, ഇത് സ്റ്റേഷനിൽ നിന്നാണ്. എന്താ മാഡം? പരാതി പ്രകാരമുള്ള 1-2 എല്ലാവരും പിടിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങളും കൂടി ഇങ്ങോട്ട് വരാനുണ്ട് കേട്ടോ. നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ മാത്രം വന്നാൽ പോരാ,
ദേവിയും കൂടെ കൂട്ടി വേണം വരാനെന്ന് പറയാൻ കേട്ടോ. പിന്നെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ മൊഴിയെടുക്കാനുണ്ട്. അതാണ് മാഡം ഞങ്ങൾ അങ്ങോട്ട് എത്താം, പക്ഷേ ദേവിയെ കൊണ്ടുവരാൻ മറക്കല്ലേ. അയ്യോ ദേവിയെ കൊണ്ടുവരാൻ പറ്റില്ല. അതെന്താ കാര്യം? ദേവിക്ക് ഒട്ടും വയ്യ, ക്ഷീണവും തലകറക്കവും വയ്യായികയായിട്ട് ഇവിടെ കിടക്കുകയാണ്. ഒരല്പം പോലും അവിടുന്ന് കൊണ്ടുവരാൻ പറ്റില്ല. അത്രമാത്രം ദ്രോഹമല്ലേ ദേവമംഗലത്താർ എൻ്റെ മോളോട് ചെയ്തിരിക്കുന്നത്. അവൾക്കൊന്ന് എണീറ്റ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. റൂമിൽ നിന്നും ബാത്റൂം വരെ പോകണമെങ്കിൽ പോലും ആരുടെയെങ്കിലും സഹായം ഇല്ലാതെ പറ്റത്തില്ല. അങ്ങനെ ഒരു പെൺകൊച്ചിനെയും കൊണ്ട് ഞാൻ എങ്ങനെയാണ് സ്റ്റേഷൻ വരെ എത്തുക? ദേവി ഇത് മാഡം ഒന്ന് സഹായിക്കണം. പക്ഷേ ദേവി വരാതെ പറ്റില്ലല്ലോ. അല്ല, മാഡത്തിനെ വേണ്ട രീതിയിൽ ഞങ്ങൾ കണ്ടോളാം. ശരി. പിന്നെ സാധാരണ പരാതിക്കാരിയാണ് വരേണ്ടത്. പക്ഷേ നിങ്ങളുടെ അവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ശരി, നിങ്ങളൊരു കാര്യം ചെയ്യും, അച്ഛനും അമ്മയും മാത്രം തൽക്കാലം വന്നാൽ മതി. പിന്നെ നിങ്ങളുടെ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു ആകാശം ആര്യനുണ്ടല്ലോ, അവരെയും കൂടെ പിടിക്കാനുണ്ട്. അവരെ കിട്ടിക്കഴിഞ്ഞിട്ട് ബാക്കി നടപടിയിലേക്ക് പോവാം. അയ്യോ ശരി മാഡം, ശരി, ഞങ്ങളിപ്പോൾ തന്നെ അങ്ങോട്ട് വന്നോളാം. അതോടുകൂടി ശ്രീകല ഭയങ്കര സന്തോഷത്തിലായിട്ടോ. അങ്ങനെ ഉദയഭാനു വന്ന് ചോദിക്കുന്നുണ്ട്, ആരാ എന്താ പറഞ്ഞ മാഡം? അപ്പോൾ ഞാൻ വിചാരിക്കുന്ന പോലെ തന്നെയാണ് കാര്യങ്ങളെല്ലാം നീങ്ങുന്നത്. എൻ്റെ ശ്രീകല, നീ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുന്നത്? ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കൂടി? നീ ഇതിൻ്റെ മുന്നും പിന്നൊക്കെ ആലോചിച്ചിട്ടാണോ ദേവമംഗലത്തുകാർക്കെതിരെ പരാതി കൊടുത്തുന്ന ദേവി അറിഞ്ഞാലേ അവൾ വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? തൽക്കാലം ഇവൾ അതൊന്നും അറിയാൻ പോകുന്നില്ല. ആശ്വതി മാഡമേ നമ്മളെ സഹായിച്ചോളും. പിന്നെ ഒരു കാര്യം പറയാം, അവർക്ക് കൊടുക്കാനുള്ള കാശ് നിങ്ങൾ എങ്ങനെയെങ്കിലും ഒപ്പിക്കണം. നിങ്ങൾ ആരെ പറ്റിച്ചായിട്ടാണെങ്കിലും കൊന്നിട്ടാണെങ്കിലും കാശ് ഒപ്പിച്ചോളണം. എടി ഞാനെങ്ങനെ ഒപ്പിക്കും? ചെവിട്ടിലൊരു കുത്തു കൊടുത്തിട്ട് പറയാം, മര്യാദയ്ക്ക് പൈസ ഒപ്പിച്ചോളണം, കേട്ടല്ലോ? ഉദയഭാനു വീണ്ടും പെട്ടുപോയിട്ടോ, ഇനിയും വീണ്ടും അടിച്ചു മാറ്റാൻ പോകണമല്ലോ എന്നും പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഗോമതിയെയും ഇത്രയെല്ലാം കൂടെ പിടിച്ചുകൊണ്ട് വരുവാണ് കേട്ടോ. ആ സമയത്ത് അകത്ത് കയറുന്നതിന് പോയി പറഞ്ഞിട്ട്, മാഡം ഞങ്ങളൊരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? ശരി, തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള അവസരം വരും. പരാതിക്കായി വരട്ടെ, അവരുടെ മുന്നിൽ വെച്ച് പറയാം. അങ്ങനെ മിത്ര സമാധാനിപ്പിക്കുന്നുണ്ട്. ഒന്നും വിഷമിക്കണ്ട, പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. അവരെന്തായാലും ചോദ്യം ചെയ്യാനല്ലേ, നമുക്ക് പറയാനുള്ള പറയാം. അങ്ങനെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുവരുമ്പോഴാണ് പരസ്പരം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത് കേട്ടോ. ബാലനും ആനന്ദും കൂടെ അവിടെ നിൽപ്പുണ്ട്. ഇവരെയും കൊണ്ടുവരാണെന്ന് എല്ലാവരും ആകെ വിഷമിച്ചിട്ട് ഗോമതി ഓടി വന്നിട്ട് ബാലനോട് പറയട്ടെ, ബാലേട്ടാ എന്താ ഇവിടെ നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? അപ്പോൾ തോളിലോട്ട് ബാലൻ കൈ വെച്ചിട്ട് ഗോമതിയോട് പറയാം, വിഷമിക്കണ്ട. അപ്പോൾ അനുമോളെ നോക്കുക കേട്ടോ. അപ്പോൾ അനുമോളാണെങ്കിൽ ഭയങ്കരമായിട്ട് വിറയ്ക്കുകയാണ് പേടിച്ചിട്ട്. അനുമോൾ ആദ്യം ഒരിക്കൽ ഇതുപോലെ പോലീസ് സ്റ്റേഷൻ കോടതിയൊക്കെ കയറിയതല്ലേ, അതിൻ്റെ ക്ഷീണം മാറിയിട്ടില്ല. അപ്പോൾ തന്നെ വീണ്ടും അടുത്തത്. അങ്ങനെ മിത്ര കൈ ഇറുക്കി പിടിച്ചിട്ട് പറഞ്ഞു, മോളെ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, ധൈര്യമായിട്ടിരിക്കുന്നു. അങ്ങനെ ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ ബാലിന് ഭയങ്കരമായിട്ട് സഹിക്കാൻ പറ്റണില്ല. ബാല ഓടി വന്നിട്ട് മോളോട് പറയാം, മോളെ സമാധാനമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് പെട്ടെന്ന് ആനന്ദിന് അങ്ങോട്ട് ദേഷ്യം വന്നു. ആനന്ദ് ഓടി വന്ന് ഈ അശ്വതി മാഡത്തിനോട് പറയാം, എന്തൊക്കെയാണ് നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്നത് മാഡം? എൻ്റെ കുടുംബത്തെ മുഴുവനും നിങ്ങളിവിടെ എത്തിച്ചിട്ടുണ്ടല്ലോ. പരാതിക്കാരൻ ഞാനല്ലേ ദേവിയെ ഉപദ്രവിച്ചെന്നും പറഞ്ഞ് പരാതി കിട്ടിക്കുന്നത്. പിന്നെ എന്നെ മാത്രം പിടിച്ചുകൊണ്ട് വന്നാൽ പോരെ? എന്തിനാണ് ഒരു തെറ്റും ചെയ്യാത്ത ഇവരെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്? പരാതി നിനക്കെതിരെ മാത്രമാണ്, നിന്നോട് ആരാടാ പറഞ്ഞത് എന്നും കൊണ്ട് പോലീസ് ചാടി അങ്ങോട്ട് എഴുതുന്നുണ്ട്. ഈ അശ്വതി മാഡം വീട്ടുകാരുടെ പേരിലും പരാതിയുണ്ട്. ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിൽ പേരുള്ളവരെയാണ് ഞങ്ങളിവിടെ കൊണ്ടുവന്നത്, അല്ലാതെ വഴി കൂടെ പോണവരല്ല. പക്ഷേ അവർ മിണ്ടി പോവരുത്. നീ പറഞ്ഞിട്ടാണോടാ ഇവിടെ പരാതി എടുക്കുന്നതും അന്വേഷണം നോക്കുന്നത്? ഒരു പെണ്ണിനെ വീട്ടിലിട്ട് പീഡിപ്പിച്ചിട്ട് ഇപ്പം ന്യായം പറയുന്നുണ്ടോ? ഞങ്ങൾ ആരെയും പീഡിപ്പിച്ചിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? അത് നീ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? നിങ്ങൾ ആരെയാണ് പീഡിപ്പിക്കുന്നതെന്ന് പറഞ്ഞു ആനന്ദം അങ്ങോട്ട് പോലീസിൻ്റെ അടുത്തേക്ക് ഇട്ടു. അങ്ങനെ ബാലനും ഗോമതിയും കൂടെ ഓടിപ്പോയി, മോനെ ഒന്ന് സമാധാനപ്പെട്, ഇത് പോലീസ് സ്റ്റേഷനാണ്, നിന്ന് സമാധാനമായിട്ടിരിക്കുക. അവർ വരട്ടെ, ഉദയഭാനു സ്ത്രീകൾ ഇനി വരാനുണ്ടല്ലോ, അവർ വന്ന് അവരുടെ ഭാഗം പറയട്ടെ, അന്നേരം നമുക്ക് നമ്മുടെ ഭാഗം പറയാം. നമ്മുടെ ഭാഗത്താണ് സത്യമെന്ന് മനസ്സിലാവും, സി ഐക്കും ബോധ്യപ്പെടും. നീ ഒന്ന് സമാധാനപ്പെടും, നീ ഇങ്ങനെ അടങ്ങി നിൽക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് മോനെ വല്ലവിധനെ അടക്കി നിർത്തോട്ടോ. പക്ഷേ അനുമോളാണെങ്കിൽ പിടിച്ചു നിർത്താൻ പറ്റാതെ പൊട്ടിക്കരഞ്ഞു പോയിട്ട്. അനുമോൾക്കാണെങ്കിൽ താങ്ങാനാവണില്ല. അച്ഛൻ ഓടി വന്ന് മോളോട് പറയും, മോളെ നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? നമ്മുടെ ഭാഗത്ത് തെറ്റില്ലല്ലോ, പിന്നെന്തിനാ നീ പേടിക്കുന്നത്? അനുമോളെ ആകെ പേടിച്ചു പോയിട്ടോ, പോലീസും ഒക്കെ ആയിട്ടും. പിന്നെ മിത്ര, നീ എന്തിനാ ഇവരെ പോലെ പേടിച്ച് നിന്നാലോ? നാളെ പോലീസുകാരി ആവേണ്ട പെൺകുട്ടിയല്ലേ നീ? നിനക്ക് ഇവർക്കൊക്കെ ധൈര്യം കൊടുക്കേണ്ടത് നീ തന്നെയല്ലേ? ഞാൻ പറഞ്ഞതാങ്കളെ, പക്ഷേ പരാതി കിട്ടി അവരെ അന്വേഷിക്കും. പരാതി കിട്ടിയത് കൊണ്ട് മാത്രം നമ്മൾ കുറ്റക്കാരിയാക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഞാൻ പറഞ്ഞതാ, നമുക്ക് നമ്മുടെ ഭാഗം പറയാനായിട്ടൊരു അവസരം കിട്ടും. എത്ര പറഞ്ഞാലും മനസ്സിലാവണില്ല. അവൾ പേടി കൊണ്ട് കരയാണ്. എന്നാലും അവർക്കൊക്കെ ഈ ദേവിക്ക് എങ്ങനെ മനസ്സ് വന്നു നമ്മുടെ കള്ളപ്പരാതി കൊടുക്കാനായിട്ടെന്ന് പറഞ്ഞ് ഗോമതി അവിടെ നിന്ന് പറയാട്ടോ. ബാലൻ ഓടിപ്പോയി പറയണ്ട്, ഗോമതി ഒന്ന് മിണ്ടാതിരിക്കുക, അടങ്ങി നിൽക്കുക, അവർ വരട്ടെ, എല്ലാവരുടെയും മുന്നിൽ വെച്ച് നമുക്ക് പറയാനുള്ളതെല്ലാം പറയാം, അതുവരെ ഒന്ന് അടങ്ങി നിൽക്കുക. അങ്ങനെ അവരങ്ങനെ സമാധാനപ്പെട്ട് നിൽക്കുകയാണ്. ഇന്ദിരാമ ആകെ വിറയലോട് വെച്ച് രാജശ്രീയോട് പറയാം, രാജശ്രീ ഞാൻ എന്തായാലും പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം, എൻ്റെ ഗോമതിയും കൊച്ചുമക്കളെ എല്ലാത്തിനെയും പോലീസ് കൊണ്ടുപോയി, ഇതൊന്നും ശരിയാവില്ല. അമ്മ സമാധാനപ്പെട്ട് നമുക്ക് അനന്തേട്ടനും അച്ചുവേട്ടനും ഒന്ന് വന്നോട്ടെ പറയാം.
നീ അവരെ ഒന്ന് വിളിച്ചേ, നമുക്ക് കാര്യങ്ങൾ പറയാം, അവരുടെ തീരുമാനം അറിയണം. സ്വന്തം അനിയത്തി അറസ്റ്റിലാകുമ്പോഴും പഴയ ശത്രുത പറഞ്ഞുകൊണ്ടിരിക്കാനാണോ അവരുടെ തീരുമാനം എന്ന് അറിയണം. നീ ഒരു കാര്യം ചെയ്യും, നീ അവരെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വാ. അമ്മ ഇങ്ങനെ വിഷമിക്കാതെ, ആ സ്ത്രീകളെ വല്ല കള്ളക്കേസും കൊടുത്തതായിരിക്കും. ഗോമതി ചോദ്യം ചെയ്തിട്ട് വിട്ടയക്കും. സമാധാനപ്പെട്. എനിക്ക് ആ സ്ത്രീകളെ ഒന്ന് കാണണം. ഇങ്ങനെയൊക്കെ ദുഷ്ടത്തി, ഇങ്ങനെയൊക്കെ ചെയ്യാമോ? ദേവി എങ്ങനെയാണ് കണ്ടത്? അമ്മയെ പോലെ ശരിച്ച് അവൾ മോളെ പോലെ കണ്ടതല്ലേ, എന്നിട്ടും ഇത്രയും ദുഷ്ടജന്മങ്ങളായി പോയല്ലോ. അതൊക്കെ പാവം പിടിച്ച് എൻ്റെ മോളെതിരെ എന്തിനാണ് ഇങ്ങനെ കേസ് കൊടുത്തതെന്ന് പറഞ്ഞു അമ്മക്ക് ടെൻഷനാട്ടോ. അമ്മ സമാധാനപ്പെട്, അച്ചോട്ടെ വരട്ടെ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് കാര്യങ്ങളെല്ലാം തീരുമാനിക്കാം. അമ്മ ഒന്ന് സമാധാനപ്പെടുക, അമ്മ ഒന്ന് പോയിരിക്കേ. അങ്ങനെ രാജശ്രീ ആണെങ്കിൽ ഒരുവിധം പറഞ്ഞ് ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മേനെ. അപ്പം രാജശ്രീക്ക് എന്തായാലും അവരോട് വിളിച്ച് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇതേ സമയം നമ്മുടെ ആര്യൻ ജോലിയും കഴിഞ്ഞ് വരുന്ന വഴിക്ക് ജീപ്പ് വന്ന് തടയാണ് കേട്ടോ. പോലീസ് ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്ന ആരും വിചാരിക്കണം ഇതെന്താ കാര്യം. അങ്ങനെ അങ്ങോട്ട് ഒതുക്കി വെക്കടാ വണ്ടി എന്ന് പറയാം. എന്താ സാർ, നിന്നോടല്ലടാ വണ്ടി ഒതുക്കി വെക്കാൻ പറഞ്ഞത്. അങ്ങനെ വണ്ടിയെല്ലാം ഒതുക്കി വെച്ചിട്ട് ആര്യൻ ഇങ്ങോട്ട് ഇറങ്ങി വരും കേട്ടോ. അന്നേരം ഫോൺ എടുക്കുക, എന്തിനു ലൈസൻസൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്, ഇൻഷുറൻസും എല്ലാം കറക്റ്റ് തന്നെയാണ്. നീ അതെല്ലാം കയ്യിൽ വെച്ചോ, നീ എന്തായാലും വണ്ടിയിൽ വന്ന് കയറ്. അയ്യോ എന്താ മാഡം, എന്താ കാര്യമൊക്കെ സ്റ്റേഷനിൽ വന്നിട്ട് പറയാം, കയറണം അങ്ങോട്ട് വണ്ടിയിൽ. അതെങ്ങനെ ശരിയാവണം, ഞാനെന്താ തെറ്റ് ചെയ്തതെന്ന് പറ, എന്നിട്ടേ ഞാൻ വണ്ടിയിലേക്ക് കയറുള്ളൂ. എൻ്റെ ബൈക്കിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സ്ത്രീ പീഡനത്തിന് കൂട്ടു നിന്നിട്ട് ന്യായം പറയുന്നുണ്ടാ? ശ്രീപീഡനോ? എന്തൊക്കെയായി പറയുന്നത്? ആരാ ശ്രീപീഡനം നടത്തിയത്? ആരാ കൂട്ടുന്നത്? നിനക്കറിയില്ലല്ലേ? നിൻ്റെ ദേവി ഏട്ടത്തി എന്ന് പറഞ്ഞ് ഒരുത്തിയില്ലേ, ദേവി എന്നും പറഞ്ഞ്. ആ ദേവി, അവളെ നിൻ്റെ ഏട്ടനും നിൻ്റെ അമ്മയും വീട്ടുകാരും എല്ലാം കൂടെ ചേർന്ന് ഗാർഹിക പീഡനം നടത്തിയെന്ന് പറഞ്ഞ് കേസ് തന്നിട്ടുണ്ട്. അതാണ് കാര്യം. അങ്ങനെ ഇല്ല, ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. അതുകൊണ്ട് നിൻ്റെ പേരിലും കേസുണ്ട്, നീ കേരള, ബാക്കിയെല്ലാം അവിടെ പോയിട്ടാവാം, ബാക്കി എല്ലാവരും അവിടെ തന്നെ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ആര്യനെയും കൂട്ടി പോലീസ് പോകട്ടോ. ആര്യനാകെ ടെൻഷൻ അടിച്ച് പേടിച്ച് നിൽക്കുകയാണ്, എന്തൊക്കെയാ സംഭവം നടക്കണമെന്ന് അറിയാണ്ട് കേട്ടോ. ഇതൊക്കെയാണ് എപ്പിസോഡിൽ. ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്